മിതമായ മദ്യപാനം ചെയ്യുന്ന ഓക്കെ ആണോ? ലൈക്ക് ഓണം, വിഷു, ക്രിസ്മസ് തുടങ്ങി ടൈമിൽ എൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ഞാൻ മാത്രമേ കുടിക്കാതെ ഉള്ളൂ, അതുകൊണ്ട് ചോദിച്ചാണ്. ഇതൊക്കെ എന്തൊരു ചോദ്യങ്ങളാണ് ഇത്. മിതമായ മദ്യം എന്നൊരവസ്ഥ ഉണ്ടോ എനിക്കറിയത്തില്ല. വല്ലപ്പോഴും ചില പറയുന്നത് ചെറിയനൊക്കെ എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് അത്ര അരികിലോട്ട് നീങ്ങി നിൽക്കുന്നത്? നിങ്ങൾ അങ്ങ് അറ്റം ഒരു പർട്ടിക്കുലർ ഒരു പോയിന്റ് ഉണ്ട്, നിങ്ങൾ അറിയില്ല. അതാണ് ഒരു പ്രശ്നം. നമ്മൾ എപ്പോഴാണ് അതിൻ്റെ അഡിക്റ്റ് ആയിരിക്കുന്നത്, നമ്മൾ അതിലേക്ക് വീണു പോയതെന്ന് നമ്മൾ അറിയുന്നില്ല. അറിയാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതും, രണ്ട്, നമ്മൾ ആയിപ്പോയി കഴിഞ്ഞാൽ നമ്മളെ തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിയില്ല എന്നുള്ളത് കൊണ്ടും അത് തുടങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ലോകത്ത് ജീവിതത്തിൻ്റെ മനോഹാരിത അല്ലെന്നുണ്ടെങ്കിൽ ദ ബ്യൂട്ടി ഓഫ് ലൈഫ്, ഒരിക്കലും നിങ്ങൾ ഒരു കാര്യം കാണുന്നതിന് നിങ്ങളുടെ കാഴ്ച അലങ്കോലപ്പെടുത്തിയാണോ ഏറ്റവും നല്ല കാഴ്ച ലഭിക്കുന്നത്? ഇതൊരു അബറേഷനാണ്. നിങ്ങൾ എന്തുകൊണ്ട് ആഘോഷങ്ങൾ ഈ രീതിയിൽ തന്നെ ചെയ്യണം? ആഘോഷിക്കാൻ ഇങ്ങനെയാണോ മനുഷ്യൻ ജനിച്ചു തുടങ്ങിയപ്പോൾ ഒരു ഗ്ലാസും കയ്യിൽ പിടിച്ചുകൊണ്ടാണോ വന്നിട്ടുള്ളത്? അല്ല, മനുഷ്യൻ്റെ ആദ്യത്തെ കൃഷിയാണിത്. അപ്പോൾ ആ ഒരു വസ്തുവിന് അടിമയാകുന്നു, അടിപ്പെടുന്നു. കുട്ടികൾ പഞ്ചസാരയ്ക്ക് എന്ന പോലെ, ഗ്ലൂക്കോസിന് എന്ന പോലെ നമ്മളതിന് അടിപ്പെട്ട് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ നമ്മളിങ്ങനെ സഞ്ചരിച്ച് ഇങ്ങനെ പോകുമില്ലേ? എന്താ പറയുന്നത്, ഈ യക്ഷിയുടെ പുറയിൽ ചുണ്ണാമ്പ് ചോദിച്ചുകൊണ്ട് യക്ഷി നടക്കും. അപ്പോൾ നമ്മളിങ്ങനെ പുറകെ പോകുന്ന കഥകളൊക്കെ കണ്ടിട്ടില്ലേ, മറ്റേ ബ്രഹ്മരക്ഷസ് എന്നൊക്കെ. അപ്പം അതേപോലെ നിങ്ങളങ്ങ് പോകും. എല്ലാവരും തുടങ്ങിയിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇച്ചിരി ഒന്ന് നക്കി ടച്ചിങ്സും ഒക്കെ എടുത്ത്, അല്ലാതെ ഒരു ബക്കറ്റ് നിറച്ച മദ്യം ആയിട്ട് ആരും തുടങ്ങിയിട്ടില്ല. സ്ഥിരം ഒരാഴ്ച മുഴുവൻ അടിച്ചുകൊണ്ട് ആരും തുടങ്ങിയിട്ടില്ല. തുടങ്ങിയിരിക്കുന്നവരെല്ലാം വളരെ വളരെ അകന്ന് ഭയഭക്തി ബഹുമാനം. ആദ്യത്തെ ഈ ക്രാക്കർ അല്ലേ, ഈ പറയുന്ന പടക്കം പൊട്ടിക്കുന്നതിന് നിങ്ങൾ എത്രമാത്രം കെയർ എടുത്തിട്ടുണ്ടാവും? അത്രയും കെയറോടുകൂടിയാണ് ആദ്യത്തെ മദ്യപാനം പലരും നടത്തുന്നത്, ആദ്യത്തെ ഡോസ്. പിന്നെ അതിനേതായിട്ട്. അതുകൊണ്ട് എന്നോട് നിങ്ങൾ ചോദിച്ചുകൊണ്ടാണ്. എനിക്കിപ്പം ആളുകളെ ഉപദേശിക്കുന്നതോ അല്ലെങ്കിൽ അവരോട് ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ആരോടും ബേസിക്കലി പറയുന്നതിൽ വിശ്വസിക്കുന്ന ആളല്ല. എല്ലാവരെയും അവരെ ഒരു ഇൻഡിവിജ്വാലിറ്റിയെ മാനിക്കുന്നതിൻ്റെ കൂടെ ഭാഗമാണ്. പക്ഷെ ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞതു എന്നേ ഉള്ളൂ. ഞാനതൊരു ഉപദേശമായിട്ട് നിങ്ങൾ കാണേണ്ടതില്ല. ഐ നെവർ അഡ്വൈസ് പീപ്പിൾ, ബട്ട് വെൻ എൻ്റെ ആഗ്രഹം അനുസരിച്ച് ബെറ്റർ ഡോണ്ട് സ്റ്റാർട്ട്. ഞാൻ എന്നോടും അത് തന്നെയാണ് പറയുന്നത്. അത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരിക്കൽ ഇതായിക്കഴിഞ്ഞാൽ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അങ്ങനെ മദ്യത്തിലൂടെ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കിയതായിട്ട് എനിക്കറിയില്ല. ഒരു വരി എന്തെങ്കിലും ഒരു സാധനം മദ്യപിച്ചതിൻ്റെ ഫലമായി ഉണ്ടായതായി എനിക്കറിയില്ല. മദ്യപിച്ചതിൻ്റെ ഫലമായി പലതും അനിഷ്ട സംഭവങ്ങളും ഭയങ്കര ദുരന്തങ്ങളും നഷ്ടങ്ങളും തകർച്ചകളും ഉണ്ടായതിന് തെളിവുകളുണ്ട്. അതിന് ചരിത്ര പുസ്തകങ്ങളൊന്നും പരതേണ്ട കാര്യമില്ല. ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ മതിയാവും.